7 പതിറ്റാണ്ടായി കൈവശമിരിക്കുന്ന ഭൂമിയിൽ നിന്നും 3 ദിവസത്തിനകം ഇറങ്ങിപ്പോകണമെന്ന് റവന്യൂ വകുപ്പ്. തോപ്രാംകുടിക്ക് സമീപം പെരുന്തൊട്ടിയിലാണ് തഹസിൽദാരുടെ നോട്ടീസും ബോർഡും സ്ഥാപിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടിയെങ്കിലും പ്രതിഷേധവുമായി വിവിധ സംഘടനകളും നാട്ടുകാരും രംഗത്ത് വന്നു. 7 പതിറ്റാണ്ടായി കൈവശമിരിക്കുന്ന പുരയിടത്തിൽ നിന്നും 3 ദിവസത്തിനകം ഇറങ്ങിപ്പോകണമെന്ന് ഇടുക്കി തഹസിൽദാരുടെ നോട്ടീസ്. പുരയിടത്തിൽ സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചു. ഇടുക്കി തോപ്രാംകുടി പെരുന്തൊട്ടിയിൽ കുറ്റിക്കാട്ട് KR ബിജിമോന്റെ പുരയിടത്തിലാണ് ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥർ ബോർഡ് സ്ഥാപിച്ചത്. 1957 മുതൽ കൈവശമുള്ള ഭൂമി 3 പേരുടെ കൈമറിഞ്ഞാണ് 2017 ബിജിമോൻ വിലയ്ക്ക് വാങ്ങിയത്. അന്നു മുതൽ പട്ടയത്തിനായി അപേക്ഷകൾ നൽകിയെങ്കിലും റവന്യൂ അധികൃതർ മുഖവിലക്കെടുത്തില്ല. തുടർന്ന് ബിജിമോൻ 2022 ഹൈക്കോടതിയെ സമീപിക്കുകയും പതിറ്റാണ്ടുകളായി കൈവശമിരിക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്നും ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു. കേസ് പരിഗണിച്ച കോടതി ഹർജിക്കാരന് എതിരായി വിധി പുറപ്പെടുവിച്ചു. 2024 ജനുവരി 30 പുറപ്പെടുവിച്ച വിധിയിൽ ഹർജിക്കാരന് ഭൂമിയിൽ അവകാശമില്ലെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുസ്താഫ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ പ്രസ്താവിച്ച വിധിയിൽ പറയുന്നു. 1977 മുൻപ് കൈവശമുള്ള ഭൂമിക്ക് പട്ടയം നൽകണമെന്ന 1993 ഉത്തരവ് പ്രകാരമാണ് ബിജിമോൻ പട്ടയത്തിന് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഈ കൈവശക്കാരൻ എന്ന് പറയുന്നത് ഇവിടുത്തെ 4ാമത്തെ കൈവശക്കാരനാണ്. ഇതിനു മുമ്പ് 4 പേര് ഇവിടെ താമസിച്ചിട്ട് ഭൂമി കൈമാറ്റം ചെയ്ത് 4ാമത്തെ ആളിൽ നിന്നോ 5ാമത്തെ ആളിൽ നിന്നോ വാങ്ങിച്ചതാണ് ഈ ഭൂമി. അപ്പോൾ 1977 മുൻപ് മുതൽ 4 ഏക്കർ വരുന്ന ഭൂമി തന്റെ കൈവശത്തിലാണെന്നാണ് ഹർജിയിലൂടെ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഈ കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഹർജിക്കാരന് 7 വയസ്സ് മാത്രമേ പ്രായമുള്ളെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ രംഗത്ത് വന്നു. പതിറ്റാണ്ടുകളായി കൈവശമിരിക്കുന്ന ഭൂമി വിലയ്ക്ക് വാങ്ങിയത് തെറ്റല്ലെന്നും കോടതി വിധി ഏകപക്ഷീയമെന്നും ഇവർ ആരോപിക്കുന്നു. ഇവിടെ ഫാമിലുള്ള പശുക്കളെ ഉൾപ്പെടെ ഇവിടുത്തെ അവരുടെ വസ്തുവകൾ, അവരിവിടെ വളർത്തുന്ന ജീവികളെ ഉൾപ്പെടെ 3 ദിവസത്തിനുള്ളിൽ മാറ്റണമെന്നുള്ള തീരുമാനം നടപ്പാക്കാൻ പെട്ടെന്ന് കഴിയുന്നൊരു തീരുമാനമല്ല. അങ്ങനെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടീസ്. 4 ഏക്കർ സ്ഥലത്ത് നിലവിൽ 100ഓളം കന്നുകാലികളും പന്നികളും കോഴി, താറാവ്, മത്സ്യം എന്നിവകളും വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. ഇത് മറച്ചുവെച്ചുള്ള കോടതി വിധി മേഖലയെ ഒന്നാകെ ബാധിക്കുന്നതാണ്. കോടതി വിധി കർഷകരോടുള്ള വെല്ലുവിളിയെന്ന് ഇടതുപക്ഷ കർഷക സംഘടനാ പ്രതിനിധിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. എന്ത് വില കൊടുത്തും കുടിയിറക്ക് ഭീഷണിയെ നേരിടുമെന്നും കർഷകരുടെ തീരുമാനമാണ്. ബിജു വൈസൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.